ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ക്ലാസ്സുകളായി ഇപ്പോൾ സീരീസ് ആയിട്ട് ഇന്ന് നടക്കുന്നതും ഇന്നലെ നടക്കുന്നതുമായ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഹോളിഡേ പ്രാക്ടീസായിട്ട് സൺഡേയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രാക്ടീസുകളിൽ നമ്മൾ ഈ ഒരാഴ്ച എടുത്ത എല്ലാ ക്ലാസ്സുകളും ഉൾപ്പെടുത്തിയ എക്സസൈസുകളാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ ആൻസേഴ്സ് കൂടി ഉൾപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആയിരുന്ന അവസ്ഥ. അതായത് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പോകുന്നു, പോകാറുണ്ട്, അതുപോലെ പോയിരുന്നു അല്ലെങ്കിൽ പോയി എന്നൊക്കെയാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ അവർ സന്തോഷമായിരുന്നു, അവൻ ഡ്രൈവർ ആയിരുന്നു എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് ആയിരുന്ന അവസ്ഥയെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വാസ് അല്ലെങ്കിൽ വേർ. ഇപ്പം ഞാൻ പറയാണ് അവർക്ക് സന്തോഷമായിരുന്നു. നിങ്ങൾക്കറിയാം, ദേ ആണ് അവർ. ദേ വെയർ ഹാപ്പി. സന്തോഷം, ഹാപ്പിയാണ്. ആയിരുന്നു എന്ന് പറയുമ്പോൾ വെയർ ആണ്. ദേ വെയർ ഹാപ്പി. എന്നാൽ അവർക്ക് സന്തോഷമായിരുന്നോ എന്നാണെങ്കിലോ, അപ്പോൾ ആ വെയർ എന്ത് ചെയ്യണം? ആദ്യം എടുത്തെഴുതണം. വെയർ ദേ ഹാപ്പി. അവർക്ക് സന്തോഷമല്ലായിരുന്നു. അപ്പോൾ ദേ വെയർ ഹാപ്പിയുടെ വേറിനോടൊപ്പം ഒരു നോട്ട് കൂടി ആഡ് ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷമല്ലായിരുന്നു. ദേ വെയർ നോട്ട് ഹാപ്പി. എന്നാൽ അവർക്ക് സന്തോഷമല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വെയറിൻറ്റ് ദേ ഹാപ്പി. ഓക്കെ, അപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു, ദേ വെയർ ഹാപ്പി. അവർക്ക് സന്തോഷമായിരുന്നു, വേർ ദേ ഹാപ്പി. അവർക്ക് സന്തോഷമല്ലായിരുന്നു, ദേ വെയർ നോട്ട് ഹാപ്പി. അവർക്ക് സന്തോഷമല്ലായിരുന്നു, വേറിൻറ്റ് ദേ ഹാപ്പി. ഓക്കെ, ഇനി പറയാണ് അവനൊരു ഡോക്ടർ ആയിരുന്നു. ഹി വാസ് എ ഡോക്ടർ. വാസ് അറിയാമല്ലോ. വാസ് എന്ന് പറയുമ്പോൾ അവനായിരുന്നു. ഹി വാസ് എ ഡോക്ടർ. അവൻ ഡോക്ടർ ആയിരുന്നോ? വാസ് ഹി എ ഡോക്ടർ. അവൻ ഡോക്ടർ അല്ലായിരുന്നു. ഹി വാസ് നോട്ട് എ ഡോക്ടർ. അവൻ ഡോക്ടർ അല്ലായിരുന്നോ? വാസിൻറ്റ് ഹി എ ഡോക്ടർ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ സിംഗുലർ ഫോമിനോടൊപ്പം വാസും പ്ലൂറൽ ഫോമിനോടൊപ്പം വേറും ആഡ് ചെയ്താൽ നമുക്ക് ഒരാളുടെ ആയിരുന്ന അവസ്ഥയെ പറ്റി പറയാം. ഇപ്പം ഞാൻ യു ആർ എ ടീച്ചർ. നീ ഒരു ടീച്ചറാണ്. എന്നാൽ നീ ഒരു ടീച്ചർ ആണോ എന്നാണെങ്കിൽ ആർ യു എ ടീച്ചർ. നീ ഒരു ടീച്ചറാണോ? ആർ യു എ ടീച്ചർ. ഇവിടെ നമുക്ക് വേറൊരു ചോദ്യം കൂടെ ചോദിക്കാം. നീ എന്താണ്? വാട്ട് ആർ യു. അപ്പോൾ ആ ടീച്ചർ അങ്ങ് കളയും. ഓക്കെ, എന്നാൽ നീ ഒരു ടീച്ചർ അല്ലായിരുന്നു എന്നാണെങ്കിലോ, യു വെയർ നോട്ട് എ ടീച്ചർ. അപ്പോൾ നീ ഒരു ടീച്ചർ അല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ പലരെയും കാണും, പല ചോദ്യങ്ങളും ചോദിക്കുന്നതോടത്ത് ചോദിക്കാറുള്ളതാണ്, നീ ടീച്ചർ അല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? വേറിൻറ്റ് യു എ ടീച്ചർ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് കാര്യങ്ങളും ആയിരുന്ന അവസ്ഥകളെ പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ആയിരിക്കുന്ന അവസ്ഥയെ നോക്കാം. അതായത് നമ്മളിപ്പോൾ പറയുന്നത് ആയിരുന്ന അവസ്ഥയാണ്, അതായത് മുമ്പ് നമ്മളായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ. ഇപ്പോൾ പറയണം ഐ ആം എ ടീച്ചർ. ഞാനൊരു ടീച്ചർ ആണ്. എൻ്റെ അവസ്ഥ എന്താണ്? ഞാനൊരു ടീച്ചറാണ്. എന്നാൽ നമ്മൾ സുഹൃത്തുക്കളാണ്. വി ആർ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ സുഹൃത്തുക്കളാണോ എന്ന് ചോദിക്കുമ്പോഴോ, ആർ വി ഫ്രണ്ട്സ്. നമ്മൾ സുഹൃത്തുക്കളല്ല. വി ആർ നോട്ട് ഫ്രണ്ട്സ്. നമ്മൾ സുഹൃത്തുക്കളല്ലേ. ആറിൻറ്റ് വി ഫ്രണ്ട്സ്. ഓക്കെ, അപ്പം വി യു ദേ ഇവയോടൊക്കെ ആറാണ് യൂസ് ചെയ്യുന്നത്. അതിനോടൊപ്പം നമുക്കിപ്പം ഹാപ്പി അല്ലെങ്കിൽ ടയേർഡ്, അതായത് അവസ്ഥയാണ്. അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അത് ഹാപ്പിയാണ് അവിടെ കാണിക്കുന്നത്. സാഡ്, ടയേർഡ്, അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ നമുക്കവിടെ കാണിക്കാം. എന്നാൽ ഹി, ഷീ, ഇറ്റ് പോലെയുള്ള സിംഗുലർ, അതായത് ഒരാൾ മാത്രം ഉള്ളതാണെങ്കിൽ അവിടെ എന്താണ്? ഈസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വി യു ദേ ഒക്കെ വരുമ്പോൾ ആറ് വരും. എന്നാൽ ഹി, ഷീ, ഇറ്റ് വരുമ്പോൾ, ഹി, ഷീ എന്ന് പറയുമ്പോൾ അവിടെ പേരുകളും ആവാം. എന്താണ്? അവിടെ ഈസുമാണ്. ഇപ്പം ഞാൻ മുമ്പ് അവനൊരു ഡോക്ടർ ആയിരുന്നു പറഞ്ഞ പോലെ അവനൊരു ഡോക്ടർ ആണ്. ഹീസ് എ
ഡോക്ടർ. അവനൊരു ഡോക്ടർ ആണോ? ഈസ് ഹി എ ഡോക്ടർ? അവനൊരു ഡോക്ടർ അല്ല. ഹി ഈസ് നോട്ട് എ ഡോക്ടർ. അവനൊരു ഡോക്ടർ അല്ലേ? ഹി ഈസിൻറ്റ് ഹി എ ഡോക്ടർ. ഇനി പറയാണ്, ഈ ഫുഡ് വളരെ രുചിയുള്ളതാണ്. ദിസ് ഫുഡ് ഈസ് വെരി ടേസ്റ്റി. ഈ ഫുഡ് വളരെ രുചിയുള്ളതാണോ? അപ്പോൾ ആ ദിസ് ഫുഡിന് മുമ്പായിട്ട് എന്ത് ചേർക്കണം? ഈസ് ദിസ് ഫുഡ് വെരി ടേസ്റ്റി? അപ്പോൾ ഈ ഫുഡ് രുചികരമല്ല. ദിസ് ഫുഡ് ഈസ് നോട്ട് ടേസ്റ്റി. എവിടെ നമ്മൾ നോട്ട് ചേർത്താലും അത് ഓക്സിലറി വെർബിനോടൊപ്പം വേണം ചേർക്കാൻ. അത് മറന്നു പോകരുത്. അപ്പോൾ ഈ ഫുഡ് രുചികരമല്ലേ? ഈസ് നോട്ട് ദിസ് ഫുഡ് ടേസ്റ്റി? ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ആയിരിക്കുന്ന അവസ്ഥയെ പറയുന്നത്. അപ്പോൾ ഇത് പുതിയ ബാച്ചാണ്, ഒരു പുതിയ ക്ലാസ്, ഇതൊരു പുതിയ ബാച്ചാണ്. ദിസ് ഈസ് എ ന്യൂ ബാച്ച്. ഇത് പുതിയ ബാച്ച് ആണോ? ഈസ് ദിസ് എ ന്യൂ ബാച്ച്? ഇത് പുതിയ ബാച്ച് അല്ല. ദിസ് ഈസ് നോട്ട് എ ന്യൂ ബാച്ച്. ഇത് പുതിയ ബാച്ച് അല്ലേ? ഈസിൻറ്റ് ദിസ് എ ന്യൂ ബാച്ച്? കണ്ടോ, ഈ രീതിയിലാണ് നമുക്ക് വളരെ പെട്ടെന്ന് സെൻറ്റൻസുകളെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോ സെൻറ്റൻസുകൾ, ഇനി കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ 4 ഡിഫറെൻറ്റ് സെൻറ്റൻസുകളല്ല, ഞാൻ പറയുന്ന ഈ ക്വസ്റ്റ്യനുകൾക്ക് നിങ്ങൾ ഇംഗ്ലീഷ് കണ്ടുപിടിച്ച്, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി എഴുതുക. ഓക്കെ. ഇപ്പം ഞാൻ പറയാണ്, സ്വർണം വിലയേറിയ ഒരു ലോഹമാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഞാൻ വളരെ ക്ഷീണിതനാണ്. ഓക്കെ. നെക്സ്റ്റ്, അവർ ജോലിയുള്ളവരാണോ? അവർ ജോലിയുള്ളവരാണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് സുഖമാണോ? ഓക്കെ മതി കേട്ടോ. നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങളുടെ പിതാവ് ഒരു കൃഷിക്കാരനായിരുന്നു. നിങ്ങളുടെ പിതാവ് ഒരു കൃഷിക്കാരനായിരുന്നു. അത് വളരെ രസകരമായ ഒരു കഥയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഓരോ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഇതിൻ്റെ മലയാളം എഴുതിയതിന് ശേഷം അതിൻ്റെ ഇംഗ്ലീഷ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ പറയുമ്പോൾ ഈസ്, ആർ ഉപയോഗിക്കുക. ആയിരുന്ന അവസ്ഥയെപ്പറ്റി പറയുമ്പോൾ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു സീരീസിൽ നമ്മൾ ചെയ്യുന്നത് മുമ്പും ഇപ്പോഴും ശേഷവുമുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യനും ഒക്കെ ആക്കി മാറ്റുന്നതെന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കൂടുതൽ സെൻറ്റൻസുകൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് സംശയമുള്ളവർ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസും സജഷൻസും ഒക്കെ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഹോളിഡേ പ്രാക്ടീസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.